72 സീറ്റുകൾ കഴിഞ്ഞ വർഷം ഒഴിഞ്ഞു കിടന്നു. ഈ വർഷം പ്രവേശനത്തിനായി ഹയർ സെക്കൻഡറി മേഖലയിൽ 71,456 സീറ്റുകളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 2,850 സീറ്റുകളും ITI മേഖലയിൽ 5,484 സീറ്റുകളും പോളിടെക്നിക് മേഖലയിൽ 880 സീറ്റുകളും ഉൾപ്പെടെ 80,670 സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ SSLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുണ്ട്. 80,670 സീറ്റുകൾ. പക്ഷേ സമരം ചെയ്യുന്നവർ +1 സ്കൂൾ സീറ്റ് അല്ലാതെ മറ്റൊരു സീറ്റ് അംഗീകരിക്കാൻ വേണ്ടി അവർ തയ്യാറല്ല. ഇതുകൂടാതെ സ്കോൾ കേരളയിലും പ്രവേശനം തേടുന്നുണ്ട്. കഴിഞ്ഞ വർഷം 12,895 വിദ്യാർത്ഥികളാണ് സ്കോൾ കേരളയിൽ പ്രവേശനം നേടിയത്. ഈ വസ്തുക്കൾ അംഗീകരിക്കാതെയാണ് ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ MSFൻ്റെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത്. ഹയർ സെക്കൻഡറി പൊതുവിദ്യാലയങ്ങളുടെ സീറ്റ് മാത്രം വെച്ചുകൊണ്ട് +1 പ്രവേശനത്തിന് നിലവിലെ സ്ഥിതി ഞാൻ വിവരിക്കാം. മറ്റെല്ലാം ഞാൻ ഒഴിവാക്കുകയാണ്. ITI ഒഴിവാക്കുന്നു, പോളിടെക്നിക് ഒഴിവാക്കുന്നു, സ്കോൾ കേരള ഒഴിവാക്കുന്നു, അതുപോലെ SSLC കഴിഞ്ഞാൽ ചേരാൻ കഴിയുന്ന എല്ലാ കോഴ്സുകളും ഒഴിവാക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ ആകെ കിട്ടിയ അപേക്ഷകൾ ദയവായി നിങ്ങൾ നോട്ട് ചെയ്യണം. 82,466. അതൊന്നും മാറ്റാൻ കഴിയുന്ന കാര്യമല്ലല്ലോ ഈ സീറ്റിൻ്റെ നമ്പർ എന്നത്. ഇതിൽ 7,606 പേർ ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ്. അത് മാറ്റിയാൽ 74,860 പേർ ജില്ലയ്ക്കകത്തുള്ളവരാണ്. 74,860 പേർ ജില്ലയ്ക്കകത്തുള്ളവരാണ്. എങ്കിലും ഞാനിവിടെ പറയുന്ന കണക്ക് മലപ്പുറം ജില്ലയിൽ അപേക്ഷ സമർപ്പിച്ച മുഴുവൻ ആൾക്കാരെയും പറയുകയാണ്. ജില്ലയ്ക്ക് പുറത്തുള്ളവരെയും കൂടെ കൂട്ടി ഞാൻ പറയുകയാണ്. 82,466 പേരിൽ ഇത്രയും പേർക്കാണ് നമുക്ക് പ്രവേശനം കൊടുക്കേണ്ടി വരുന്നത്. അതിൽ 4,352 പേർക്ക് മറ്റ് ജില്ലകളിൽ പ്രവേശനം ലഭിച്ചു. തൃശ്ശൂരിൽ 543 പേർക്ക് പ്രവേശനം ലഭിച്ചു. പാലക്കാട് 2,370 പേർക്ക് പ്രവേശനം ലഭിച്ചു. കോഴിക്കോട് 1,383 പേർക്ക് പ്രവേശനം ലഭിച്ചു. ഈ 3 ജില്ലകളിലും മലപ്പുറം ജില്ലകൾ ഒഴിച്ച് മറ്റ് ജില്ലകളിലായിട്ട് 56 പേർക്ക് പ്രവേശനം ലഭിച്ചു. ഇത് കഴിഞ്ഞാൽ ജില്ലയിൽ ശേഷിക്കുന്ന അപേക്ഷ നമുക്ക് പിന്നെ അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത് 78,114 പേരെയാണ്. ഇനിയൊരു കാര്യം, അലോട്ട്മെൻറ്റ് നൽകിയിട്ടും പ്രവേശനം നേടാത്ത 11,546 പേരുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട സീറ്റോ ഇഷ്ടപ്പെട്ട സ്ഥലമോ കിട്ടാത്തതുകൊണ്ട് അവർ ജോയിൻ ചെയ്തിട്ടില്ല. അതിൽ തന്നെ കുറേ പേർ മറ്റ് മാർഗങ്ങൾ തേടിയിട്ടുണ്ട്. അതാണ് മാനേജ്മെൻറ്റ് കോട്ടയിൽ 2,866 പേർ ചേർന്നിട്ടുണ്ട്. കമ്മ്യൂണിറ്റി കോട്ടയിൽ 954 പേരും, അൺഎയ്ഡഡ് മേഖലയിൽ 223 പേരും, സ്പോർട്സ് കോട്ടയിൽ 444 പേരും, MRS സ്കൂളുകളിൽ 5 ഉൾപ്പെടെ ആകെ 4,492 പേർ പ്രവേശനം നേടിയിട്ടുണ്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് നടത്തിയതിൽ ചേരാത്തതിൽ 4,492 കുറച്ചാൽ ശേഷിക്കുന്നത് 7,054 പേരാണ് ഹയർ സെക്കൻഡറിയിൽ പ്രവേശനം എടുക്കാതെ നിൽക്കുന്നത്.